ഗായ്സ് ഞാൻ ഇരിക്കണത് റൂമിലാണ് കേട്ടോ. റൂമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ. അതിനല്ല കേട്ടോ ഗായ്സ്. ഈ കരച്ചിൽ കണ്ടോ, ഈ ചിരി കണ്ടോ. ഇത് ഒരു വലിയ കരച്ചിലിന് ശേഷമുള്ള ചിരിയാണ്. ഞങ്ങൾ രണ്ടുപേരുടെ. പക്ഷെ ഞാൻ കരഞ്ഞു ഗായ്സ്. അവള് ബാത്റൂമിൻ്റെ വാതിലിക്കൽ ഞാൻ ചാരി ഇരിക്കുകയാണ്. ഒന്ന് വീണു എന്ന് പറഞ്ഞാൽ നല്ലൊരു വീഴ്ച വീണു ഗായ്സ്. ഇതുപോലെ വീണും ഉരുണ്ടും തന്നെ കേട്ടോ ഞാൻ ഇതുപോലെ നടക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് നാളായി വീണിട്ട്. ഇത് ഒരു 4-5 മാസം മുന്നെയാണ് ഇപ്പോൾ ഒരു വട്ടം വീണത്. അത് ഒരുമാതിരി വീഴ്ചയായിരുന്നു. മുറിയായി, ചോര വന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു, റെസ്റ്റ് ചെയ്തു, ഒരു 4-5 ദിവസം നീര് വന്നിട്ട്. ഗായ്സ്, ഇത് ഞാൻ കരയിപ്പിച്ചതല്ല കേട്ടോ. എൻ്റെ വീഴ്ച കണ്ടിട്ട് അവൾ കരഞ്ഞതാണ്. എനിക്കൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. പൊന്നുവിൻ്റെ ഒരു റിസർച്ച്, കാലിന് നീര് വന്നോ, മുറിയുണ്ടോ, കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടെ അവൾ. ചെറിയൊരു ചതവ കാര്യമുണ്ട്. ഇനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നീരോ കാര്യങ്ങളോ വരാൻ സാധ്യത. ഇത് എന്തൊക്കെയാണ് ചെയ്തെന്ന് ഡോക്ടർമാർക്ക് മാത്രമേ അറിയുള്ളൂ. അവർക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തൊക്കെയൊക്കെയാണ് ആ സമയത്ത് ചെയ്തു. വീണേക്ക വേറൊരു സങ്കടം ഉണ്ടായത്, ഫോണ് പോയി ഗായ്സ്. ബാത്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോയിട്ടുള്ള ശീലമുണ്ട് ആദ്യം മുതലേ. അതുകൊണ്ട് വീഴുന്ന സമയത്ത് ഇവനും കൂടി കൂടെ ഉണ്ടായിരുന്നു. ആകെ കിളി പോയി ഗൈസ്. ഞാൻ എന്താണ്ടായെന്ന് ഇങ്ങനെ ആലോചിച്ച് ഷർട്ട് ഇടാണ്. ഷർട്ടിൻ്റെ കുടുക്കൊന്നും മേടിക്കൊന്ന് താഴേക്കായി പോയി. അങ്ങനെ ഒരു കുടുക്ക് അധികമായി പോയി. പിന്നെ അവർ വീണ്ടും ഇട്ടു കേട്ടോ. ഗൈസ്, നമുക്ക് ഈ കാല് ഊരി വെച്ചാലും കാലുണ്ടെന്നൊരു ഫീലിംഗ് ഉണ്ട്. അതിന് എന്തോന്ന് പറയും, എന്തോ പേര് പറയും. അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ മനസ്സിലെങ്ങനെ അനിയത്തി പറഞ്ഞ പോലെ അങ്ങനെ പറയും, കാല് ഊരി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാല് ഊരി വെച്ചാൽ ഞാൻ നടക്കാറ്. അങ്ങനെ അക്കു ബേബി സ്കൂളിലേക്ക് പോകാൻ റെഡിയായി. അവനെ ഞാൻ പൊന്നു ഞാൻ നടത്തിച്ച് നോക്കണം, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല തന്നെ. അങ്ങനെ ഞാൻ അവനെ സ്കൂളിലേക്ക് ആക്കിട്ടോ. അവൻ ഞാൻ പറഞ്ഞില്ലേ, അവൻ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇന്ന് ഒരുപാട് നടക്കാൻ, നമ്മുടെ കാര്യങ്ങളിലേക്ക് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല പെയിനും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. കുറച്ച് നേരത്തെ എന്തൊരു തരിപ്പ് കാരണമാണ് കാര്യമായിട്ട് വരാതിരുന്നത്. എന്തായാലും വന്ന സ്ഥിതിക്ക് അമ്പലത്തിലും കൂടി എങ്ങനെയും കവർ ചെയ്തിട്ട് വേണം പോകാൻ. എന്നിട്ട് റെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തേക്കാണ് കേട്ടോ ഇന്നത്തെ ദർശനത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നു. പൊന്നു എന്നെയും കാത്തിട്ട് പൂമുഖവാതിൽക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് ഇങ്ങനത്തെ പ്രസാദം, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പായസമാണെങ്കിലും ഇങ്ങനത്തെ അവിലും മലരും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് ഞാൻ വേറെ എങ്ങോട്ടും പോയില്ല, വീട്ടിൽ തന്നെ ഇരുന്നു, റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു.